ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 29-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1199 കർക്കിടക മാസം 14-ാം തീയതി ഇന്ത്യൻ തീയതി ആഷാഢ മാസം 7-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:41 നാളത്തെ തിഥി നവമി തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് 11:49 അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാവിലെ 10:56 അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 10:56 കൊണ്ട് ഒരു നക്ഷത്രം അവസാനിക്കുകയാണ്. ഭരണി നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ 10:56 അവസാനിക്കും. അപ്പോൾ നാളത്തെ പകൽ അടുത്ത നക്ഷത്രം ഉദിച്ചു വരുന്നു, കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ 10:56 ഉദിച്ചുയർന്ന് ചൊവ്വാഴ്ച രാവിലെ 10:24 അവസാനിക്കും. അപ്പോൾ നാളത്തെ ദിവസം 2 നക്ഷത്രമാണ് ഉള്ളതെന്ന് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസത്തെ ഭരണി നക്ഷത്രത്തെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കാം. കാർത്തിക നക്ഷത്രമാണ് നാളത്തെ പകലിൻ്റെ കൂടുതൽ ഭാഗവുമുള്ളത്. കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് മേടൻ രാശിയിലും ഇടവൻ രാശിയിലും ഉള്ള നക്ഷത്രമാണ്. ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടൻ രാശിയിലാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 12 രാശികളിൽ 27 നക്ഷത്രം ഉൾപ്പെടുത്തണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പാദത്തിനെ കാർത്തിക കാൽ എന്നാണ് വിളിക്കുന്നത്. കാർത്തിക കാലിൻ്റെ സമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച രാവിലെ 10:56 കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത്. വൈകുന്നേരം 4:26 ഒന്നാം പാദം അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതാണ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ്, ഭൂതം ഭൂമിയാണ്, മൃഗം ആടാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം അത്തിയാണ്. ഇവരുടെ ജനനം സൂര്യദശയിലാണ്. അപ്പോൾ എല്ലാ കാർത്തിക നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് സൂര്യദശാകാലമാണ്. സൂര്യദശാകാലത്തു കൂടിയാണ് ഇവർ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, നാളെ 2 നക്ഷത്രമുണ്ട്. രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ 10:56 കൊണ്ട് ഭരണി നക്ഷത്രം അവസാനിക്കും. ഭരണി നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഈ അധ്യായത്തിൽ പറയുന്നത് കാർത്തിക നക്ഷത്രം പറ്റാണ്. കാർത്തിക നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ 10:56 ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച ദിവസത്തെ പകൽ കൂടുതൽ കാർത്തിക നക്ഷത്രമാണുള്ളത്. അതുകൊണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റേതായ അനുകൂലവും പ്രതികൂലവുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. കാർത്തിക നക്ഷത്രപ്രകാരം രേവതി, ഭരണി, പൂരുട്ടാതി, തിരുവോണം, ഉത്രം, പൂരം, ഉത്രാടം ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയത്ത് വന്നു ചേരാൻ സാധ്യതയുള്ളൂ. അതായത് തിങ്കളാഴ്ച ദിവസം രാവിലെ 10:56 മുതൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ 10:24 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് കാർത്തിക നക്ഷത്രപ്രകാരം ചിത്ര, ചോതി, അശ്വതി, ഉത്രട്ടാതി, ചതയം ഇത്രയും നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത്. അതായത് തിങ്കളാഴ്ച ദിവസം രാവിലെ 10:56 മുതൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ 10:24 വരെയുള്ള കാർത്തിക നക്ഷത്ര സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൂ ചിത്തിര, ജ്യോതി, അശ്വതി, ഉത്രട്ടാതി, ചതയം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം, നാളെ പകൽ സമയത്തെ ശുഭസമയമാണ്. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. രാവിലെ 6:17 മുതൽ 7:47 വരെ നല്ല സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 10:47 മുതൽ ഉച്ചകഴിഞ്ഞ് 3:17 വരെയും നല്ല സമയമുണ്ട്. അതാണ് ശുഭസമയം എന്ന് പറയുന്നത്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടാൻ ജ്യോതിഷം ആഗ്രഹിക്കുന്നു. ഇനിയും ചിന്തിക്കേണ്ട വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി എന്ന് പറഞ്ഞാൽ 29. അതിനെ ഒറ്റസംഖ്യ ആക്കണം. ഒറ്റസംഖ്യ ആക്കുമ്പോൾ 29, 2 + 9 = 11, വീണ്ടും 1 + 1 = 2. അങ്ങനെ നാളത്തെ ദിവസം ഏതൊരു മാസത്തെയും 2, അതുപോലെ തന്നെ 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ അത് ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 വരെ അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുന്നത്
പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുള്ളവർ പച്ച നിറത്തിലും വെള്ള നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ കൂടുതൽ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ, ഉത്തമമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുള്ളവർ പച്ച നിറത്തിലുള്ളതോ വെള്ള നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ ധരിച്ചാൽ അവർക്ക് നാളത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ 2 സംഖ്യയായി വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. അതുകൂടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ പച്ച നിറത്തിലുള്ളതായോ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഞാൻ ജ്യോതിഷപരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ജ്യോതിഷം വലിയൊരു ശക്തിയായി മാറുന്നതിന് വേണ്ടിയാണ്. കാരണം പ്രിയപ്പെട്ടവരുടെ ജീവിതം രക്ഷപ്പെടണം, നല്ല അഭിവൃദ്ധി ഉണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം, രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം, ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അറിവ് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ഞാൻ നിത്യവും ചെയ്യുന്നത്. അത് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നാളെക്കുറിച്ചുള്ള ഒരു അറിവ് പ്രത്യേകിച്ച് നക്ഷത്രഫലത്തിൽ കൂടി കിട്ടുന്നുണ്ട്. അനുകൂലവും പ്രതികൂലവുമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. നാളത്തെ ദിവസം അനുകൂലമാണെങ്കിൽ അനുകൂലമായ ദിവസം നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നേട്ടമുണ്ടാകും. അതുവഴി നമുക്ക് സന്തോഷമുണ്ടാകും, മനസ്സിന് സന്തോഷമുണ്ടാകും, ശരീരത്തിന് സുഖമുണ്ടാകും. അപ്പോൾ നമ്മുടെ രോഗങ്ങളൊക്കെ നമ്മളെ വിട്ടു പോകും. മനസ്സിനും ശരീരത്തിനും സുഖമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ സന്തോഷം. പിന്നെ അവിടെ വലിയ പണത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല, നമ്മൾ ഹാപ്പിയായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രകൃതി ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം ജാതകം എഴുതണോ, ഗ്രഹനില തയ്യാറാക്കണോ, വിവാഹം എപ്പോൾ നടക്കും, അല്ലെങ്കിൽ മക്കൾ പഠനത്തിൽ മോശമാണ്, എന്താണ് കാര്യം, അവർക്ക് നല്ല പഠനം ലഭിക്കുവാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും പരിഹാരം ചെയ്താൽ ലഭിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള നേട്ടം ഇതുവരെ ഉണ്ടാകുന്നില്ല, എന്താണ് നേട്ടം ഉണ്ടാകാത്തതിൻ്റെ കാരണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അത് ജ്യോതിഷപരമായ ഒരു സേവനമായി നിങ്ങൾ കാണുക. താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്, അത് നോക്കി എന്നെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഒരു ദക്ഷിണയും തരണം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. അപ്പം ഇനി ഏതെങ്കിലും വലിയ വിഷയത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പൂജ ചെയ്യുവാനും തയ്യാറാണ്. അങ്ങനെയും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം എന്ന് പറയുന്നത് നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്. നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മളാരും ഒറ്റത്തടിയായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. നമുക്ക് തൊഴിൽ വേണം, ധനം വേണം, വീട് വേണം, സാഹചര്യങ്ങൾ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം നമ്മളെ ബന്ധപ്പെട്ട് ഈ പ്രകൃതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അവസ്ഥകൾ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ലഘുവായിട്ടുള്ളൊരു അറിവാണ്. ചിലരൊക്കെ വിളിച്ചു ചോദിക്കും, തിരുമേനി നക്ഷത്രഫലം പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, അതുപോലെ ഒന്നും നടക്കുന്നില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാലേ ഞാൻ പലപ്പോഴും പറയും, ഈ നക്ഷത്രഫലം ഇതൊരു അറിവായിട്ട് നമുക്കൊരു അഡ്വൈസ് പോലെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ഒരു ഉപദേശം. ഇതുപോലെ തന്നെ വരുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ആരുടെയും പേഴ്സണലായിട്ടുള്ള ജനനത്തീയതി, ജനിച്ച സമയം വെച്ചല്ല ഇത് ചെയ്യുന്നതും പറയുന്നതുമൊക്കെ. പിന്നെ പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതിലുപരിയായിട്ട് ഓരോ ദശാകാലത്തു കൂടിയാണ് ഈ കേൾക്കുന്നവരെല്ലാം പോകുന്നത്. അപ്പോൾ അവരുടെ ദശാകാലം നല്ലതാണെങ്കിൽ ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ബാധകവുമല്ല, അവർ കേൾക്കാൻ പോലും നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുമുണ്ട്. ഇപ്പം ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ ഇന്ന് കാറ് വാങ്ങിച്ചെങ്കിൽ നാളെ ബസ് വാങ്ങിക്കണമെന്നുള്ള ചിന്തയായിട്ട് അവരങ്ങനെ പോകും. അവർ ഈ നക്ഷത്രഫലം ഒന്നും കേൾക്കാൻ നിൽക്കത്തില്ല. പിന്നെ പോയി എവിടെയെങ്കിലും വീണ് കഴിയുമ്പോഴാണ് ജ്യോതിഷത്തെ തേടി വരുന്നത്. അപ്പം പിന്നെ പറയും, ഈശോ നാളെ 10 വർഷം നല്ല സൂപ്പറായിരുന്നു, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം പോയി. അപ്പോൾ അങ്ങനെയാണ്. എന്നാൽ പോകാതിരിക്കാനുള്ള, അല്ലെങ്കിൽ നാളെ എൻ്റെ അനുഭവം എന്തായിരിക്കും, ഇത് നിലനിൽക്കുമോ, എനിക്കിപ്പം തന്നത് നിലനിൽക്കുമോ എന്നൊക്കെ അറിയാൻ ഇവിടെ ജ്യോതിഷമുണ്ട്. പക്ഷെ ആ വഴി ആരും സ്വീകരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് നാളത്തെ നക്ഷത്രഫലത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കൾ എന്ന് പറയുന്ന ദിവസത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്.
മേടക്കൂറുകാരുടെ കാര്യം ആദ്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിലാണ് നിൽക്കുന്നത്, മേടക്കൂറിൽ തന്നെയാണ് നിൽക്കുന്നത്. മേടക്കൂറിൽ ചന്ദ്രൻ നിന്നാൽ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ചന്ദ്രൻ മേടക്കൂറിൽ നിന്നാൽ, അല്ലെങ്കിൽ അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർ ജനിക്കുമ്പോൾ ചന്ദ്രൻ മേടക്കൂറിലാണല്ലോ. അപ്പോൾ അങ്ങനെ ചന്ദ്രൻ നിന്നാൽ ജ്യോതിഷം എന്താണ് പറയുന്നത്? അവർ ചുറുചുറുക്കുള്ളവരാണ്, ഇലക്കറികൾ ഭക്ഷിക്കുന്നവരാണ്, സ്വന്തം വീട് വിട്ട് മാറി താമസിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇതേ അനുഭവങ്ങളൊക്കെ ഇവർക്കും വന്നു ചേരാം. വീട് വിട്ട് മാറി താമസിക്കുന്നത്, ചിലപ്പോൾ ആശുപത്രിവാസമായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ യാത്രയുടെ ഭാഗമായി അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഭാഗമായിട്ട് വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നാളത്തെ ദിവസം ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 2ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. വ്യാഴമുണ്ട്, കുജനുണ്ട്. അത് സുനഭായോഗം എന്ന് പറയുന്നത് രാജയോഗമാണ്. അപ്പോൾ ആ രാജയോഗത്തിൻ്റെതായ അനുഭവങ്ങൾ ഇവർക്ക് ഏറെക്കുറെ കിട്ടും. അതിനെ ഏറെക്കുറെ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല. ചന്ദ്രൻ പൂർണ്ണ ബലവാനായിരുന്നെങ്കിൽ ഇത് മുഴുവൻ കിട്ടിയേനെ. എന്താ ബലവാനാകാത്ത കാരണം? ചന്ദ്രൻ അമാവാസിയിലേക്ക് യാത്ര ചെയ്യുന്നു. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അമാവാസിയാണ്. ഓഗസ്റ്റ് 3 കർത്തവാവാണ്, അമാവാസിയാണ്, ബലിയിടേണ്ട ദിവസമാണ്. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ബലമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും പൂർണ്ണമായിട്ടും വന്നു ചേരാത്തത്. എങ്കിലും അവർക്ക് നാളത്തെ ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ഏറെക്കുറെ ഒരു 60% ലഭിക്കും. അത് അവരുടെ ധനസ്ഥിതി, കുടുംബസ്ഥിതി, മാതാവിൻ്റെ സ്ഥിതി, തൊഴിൽപരമായുള്ള സ്ഥിതി, ദാമ്പത്യ ജീവിതം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും രാജയോഗ തുല്യമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം. മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടഭാവം, സകലവും നഷ്ടപ്പെട്ടു പോകുന്ന ഭാവമാണ് 12ാം ഭാവം. ഈ 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ നാളത്തെ ദിവസം മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും, അലസത ഉണ്ടാകും, കാര്യതടസ്സം ഉണ്ടാകും, അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവുചോദകളും ഉണ്ടാകും. പലവിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരും, മാതാവിന് രോഗദുഃഖ ദുരിതങ്ങൾ പ്രയാസങ്ങളൊക്കെ വരും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നാളത്തെ ദിവസം വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ് വരാത്തത്? ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 2ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട വ്യാഴവും കുജനും നിൽക്കുന്നു. അതുകൊണ്ട് ചന്ദ്രൻ കുറച്ച് ബലവാനാണ്. ഈ പറഞ്ഞ അത്രമേലൊന്നും പരാജയം നാളത്തെ ദിവസം വന്നു ചേരത്തില്ല. എന്നാലും വരും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകും, ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ശത്രുത ഉണ്ടാകും, സ്ത്രീകൾ മുഖേനയുള്ള ശത്രുത ഉണ്ടാകും, തൊഴിലിടങ്ങളിൽ ശത്രുത ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തി സ്വയം വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. പ്രതികൂലങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്രകാരം ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാം. ഒരു പാതി ദുഃഖവും പാതി സന്തോഷവുമായിട്ടുള്ള ഒരനുഭവമായിരിക്കും നാളത്തെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്കെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 11ാം ഭാവത്തിൽ നിൽക്കുന്നു, ലാഭഭാവത്തിൽ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മിഥുനക്കൂറുകാർ വിചാരിക്കും ഈ ലാഭം മുഴുവനും കിട്ടുമെന്ന്. നാളത്തെ ദിവസം ഏറെക്കുറെ ഒരു 60% അവർക്ക് ലാഭം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കിട്ടും. 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല. അതുകൊണ്ടാണ് പൂർണ്ണ ബലവാനായിരുന്നെങ്കിൽ, വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനായിരുന്നെങ്കിൽ, പൂർണ്ണ ബലവാനായിരുന്നെങ്കിൽ നാളത്തെ ദിവസം എല്ലാ മേഖലകളിലും ലാഭം വന്നു ചേർന്നേനെയും. വീട്, വസ്തു, വാഹനം, ഭൂമി, കുടുംബം, തൊഴിൽ, മാതാവ്, അങ്ങനെയുള്ള അവർ ഏർപ്പെടുന്ന എവിടെ പോയി കൈവച്ചാലും അവിടെയെല്ലാം ലാഭം വാരിക്കൊണ്ട് വരാമായിരുന്നു. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും ദാമ്പത്യ ജീവിത സുഖം, തൊഴിൽപരമായെന്നുള്ള നേട്ടം, മാതൃഗുണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാലഭൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അവരുടെ അനുഭവം എങ്ങനെയായിരിക്കും? നാളത്തെ ദിവസം അവർക്ക് 10ാം ഭാവത്തിൽ, തൊഴിൽ ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് തൊഴിൽ പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും. അവരുടെ കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത്. പക്ഷേ ചന്ദ്രൻ ശുഭഗ്രഹമായിട്ടാണോ നിൽക്കുന്നത്? അല്ല, ഒരു പാപഗ്രഹമായിട്ടാണ്. ചന്ദ്രൻ ബലഹീനനായിട്ടാണ് നിൽക്കുന്നത്, ബലക്കുറവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബലമുള്ള ചന്ദ്രനായിരുന്നെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് 10ാം ഭാവത്തിൽ, കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിന്നാൽ ചന്ദ്രൻ്റെ തൊട്ട് മുമ്പിൽ 2 ഗ്രഹങ്ങൾ, പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട വ്യാഴവും ശുക്രനും നിൽക്കുന്നു. ഈ ശുക്രനും വ്യാഴവും ചന്ദ്രന് രാജയോഗത്തെ കൊടുക്കും. ഈ ചന്ദ്രൻ ഈ നാളുകാർക്ക് രാജയോഗത്തെ കൊടുക്കും. പക്ഷേ നാളെ അങ്ങനെ അത്രയൊന്നും വന്നു ചേരുകയില്ല. എങ്കിലും ഏറെക്കുറെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിലും
കല്ലുകടിയുമായിട്ടാണ് ഈ നാളുകാർ പോകുന്നത്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു, ഇനിയും കിടക്കുന്നു കുറേ മാസങ്ങൾ. ഭർത്താവ് എപ്പോഴും ആലോചനയാണ്, ഭാര്യ എപ്പോഴും ടെൻഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിട്ട് ഇങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ പോവുക. ഇനിയും കിടക്കുന്ന കുറച്ച് ദൂരം കൂടി. അപ്പോൾ അങ്ങനെ ശനി ജനുവരിയിൽ ഇവരെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഇവർ രക്ഷപ്പെടും. പിന്നെ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാത്തവരും ഉണ്ട് കേട്ടോ. അവർക്ക് യാതൊരു വിഷയവുമില്ലാതെ അവർ ജനിച്ച സമയത്തൊക്കെ ശനി ഉച്ചത്തിലൊക്കെയാണ് നിൽക്കുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അവർക്കൊക്കെ നല്ല നേട്ടമാരി. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിലൊക്കെ. അപ്പോൾ നാളത്തെ ദിവസം എന്തായാലും ഇവർക്ക് ആശ്വസിക്കാൻ വക തരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും ആശ്വസിക്കാവുന്ന അനുഭവങ്ങൾ നാളത്തെ ദിവസം പകുതിയിൽ കൂടുതൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ഭാഗ്യഭാവത്തിലാണ്, ത്രികോണഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഒരു ശുഭഗ്രഹം ത്രികോണഭാവത്തിൽ നിന്നാൽ വളരെ നേട്ടമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ ശുഭഗ്രഹമായിട്ട് കാണാൻ പറ്റത്തില്ല, പാപഗ്രഹമാണ്, കറുത്ത പക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ മേടൻ രാശി എന്ന് പറഞ്ഞാൽ ശുഭക്ഷേത്രവുമല്ല, അത് പാപക്ഷേത്രമാണ്. അപ്പോൾ ചന്ദ്രൻ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളെ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ മാതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഒരു 50% പ്രതീക്ഷിക്കാം. അപ്പോൾ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ ഒരു 50% നേട്ടമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അതവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും, മാതാവ് ഉൾപ്പെടെ തൊഴിൽപരമായിട്ടുള്ളതും മാനസികവും ശാരീരികമായ അവസ്ഥകളിലും ഒക്കെ അവർക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ഈ ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ വ്യാഴവും കുജനും നിൽക്കുന്നു. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂറിൻ്റെ അധിപനായ സൂര്യൻ്റെ ബന്ധുഗ്രഹങ്ങളാണ് ഈ വ്യാഴവും കുജനും. അതുകൊണ്ട് ഒരു 70% 80% ഒക്കെ നല്ല നേട്ടങ്ങൾ നാളത്തെ ദിവസം ചിങ്ങക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ചിങ്ങക്കൂറിൻ്റെ അധിപനായ സൂര്യൻ ഇപ്പോൾ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധവും ഒക്കെ നോക്കുമ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാലാത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ അനുഭവം കഷ്ടത നിറഞ്ഞ അനുഭവമാണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞ അനുഭവമാണ്. ആപത്ത് വരാം, അനർത്ഥങ്ങൾ വരാം, രോഗങ്ങൾ വരാം, കടം കൊടുക്കാനുള്ളവരൊക്കെ വീട്ടുവാതിൽക്കൽ വന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്താണ് കാരണം? ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ ഇവരുടെ 11ാം ഭാവത്തിൻ്റെ അധിപനാണ് കേട്ടോ. 11ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ലാഭം മാത്രം കൊടുക്കുന്ന ഗ്രഹമാണ്. പക്ഷെ അങ്ങനെ ലാഭം മാത്രം എന്നും കന്നിക്കൂറുകാർക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ കന്നിക്കൂറുകാർ എന്നും ജീവിതത്തിൽ രാജാവായിട്ട് ജീവിച്ചേനെ. പക്ഷേ എന്താണ് കാരണം? രാജാവായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഉത്രമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർ രാജാവായിട്ട് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? 11ാം ഭാവത്തിൻ്റെ അധിപൻ, ലാഭഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രന് 14 ദിവസം ബലമുണ്ടെങ്കിൽ 14 ദിവസം ബലമില്ല. 14 ദിവസം കഞ്ഞി കുടിച്ചാൽ 14 ദിവസം പട്ടിണിയായിരിക്കും. ചന്ദ്രൻ ഉയർച്ച താഴ്ചകളിൽ കൂടി പോകുന്നൊരു ഗ്രഹമാണ്. അതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത് ഈ ചില നാളുകാർ അവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളിൽ കൂടിയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ പോകുന്ന നാളുകാരെക്കുറിച്ച് പറയുന്നത്, ജ്യോതിഷം പറയുന്നത് ഈ അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരിട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഉയർച്ച താഴ്ചകളിൽ കൂടിയേ പോകുകയുള്ളൂ. ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയേ പോകത്തുള്ളൂ. സ്റ്റഡിയായിട്ടുള്ള വളർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അതാണ് കാരണം. അവർ ചന്ദ്രനെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്കിങ്ങനെ ജീവിതത്തിൽ ഉയരും പൊങ്ങും, പിന്നെയും താഴെ പോവും ഇങ്ങനെ അങ്ങ് ഉയർച്ച താഴ്ചകളിൽ കൂടിയാണ് അവരിങ്ങനെ പോകുന്നത്. തന്നെയല്ല, ഇച്ചിരി നേട്ടമൊക്കെ വരുമ്പോൾ അവർ അഹങ്കരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ അഹങ്കാരത്തിന് താഴെ വീണ് കഴിഞ്ഞ് പിന്നെ നിലവിളിക്കും, പിന്നെയും ഒന്ന് പൊങ്ങും, പിന്നെയും അഹങ്കരിക്കും, പിന്നെയും താഴെ പോവും. അങ്ങനെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാളുകാരൊക്കെ അങ്ങനെയാണ്. ഏതൊക്കെ നാളുകാർ? അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരിട്ടാതി. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, ഉയർച്ച താഴ്ചകളിൽ കൂടിയാണ് അവരിങ്ങനെ പോകുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും രോഗങ്ങളും പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം. പക്ഷേ എങ്കിലും അവർക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. ചന്ദ്രൻ നിൽക്കുന്നതിന് 2ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട വ്യാഴവും കുജനും നിൽക്കുന്നത് കൊണ്ട് ഒരു ആശ്വാസമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ തറ്റുപോകത്തില്ല, നിലംപരിചായി പോകാതെ
പിടിച്ചു നിൽക്കാനുള്ള ശേഷി കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം ഈ നാളുകാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും, തൊഴിലാകട്ടെ, ധനമാകട്ടെ, കുടുംബമാകട്ടെ, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും, ദാമ്പത്യ ജീവിതമാകട്ടെ, എല്ലാ മേഖലകളിലും ഇപ്രകാരമുള്ള അനുഭവമായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂർ. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ അനുഭവം എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. നാളത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പൂർണ്ണ ബലവാനായ ചന്ദ്രൻ 7-ാം ഭാവത്തിൽ നിന്നാൽ ജാതകന് സുന്ദരിയായ ഭാര്യയെ കിട്ടും, ധാരാളം ധനം കിട്ടും, ധാരാളം ആഭരണം കിട്ടും. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ചന്ദ്രൻ നിൽക്കുന്നത് പാപക്ഷേത്രത്തിലാണ്. മേടൻ രാശി പാപക്ഷേത്രമാണ്, ശുഭക്ഷേത്രമല്ല. ചന്ദ്രൻ നാളത്തെ ദിവസം ശുഭഗ്രഹമായിട്ടല്ല നിൽക്കുന്നത്, ചന്ദ്രനും പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. കറുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ്. പിന്നെ ഇവർക്ക് ആശ്വസിക്കാൻ വകയുള്ളത് എന്താണ്? ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട കുജനും വ്യാഴവും നിൽക്കുന്നു. അത് ഇവരെ സംബന്ധിച്ചോളം എങ്ങനെയായിരിക്കും? ഇവരെ സംബന്ധിച്ചോളം അഷ്ടമത്തിലായിരിക്കും. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹം കഷ്ടത്തെയല്ലേ കൊടുക്കുകയുള്ളൂ. എന്നാൽ ചന്ദ്രൻ്റെ കെയർ ഓഫിലായതുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കാതെ കടന്നു പോകും. ഇപ്പം തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം 12 കൂറിൽ ഏറ്റവും ദോഷം അനുഭവിക്കുന്ന കൂറാണ് തുലാക്കൂറുകാർ. വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് അവർക്ക് പല പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിലുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. തൊഴിൽപരമായ പ്രശ്നങ്ങളുണ്ട്, വിദേശ രാജ്യത്ത് അകപ്പെട്ട് കഴിയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് ഈ തുലാക്കൂറ് മക്കളൊക്കെ. അത് ചില ഈ മക്കളെന്നല്ല, ഈ നാളുകളിൽപ്പെട്ട ചെറുപ്പക്കാരൊക്കെ മാനസിക രോഗിയെപ്പോലെയാണ് ഇപ്പം ജീവിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും മാനസിക രോഗിയെപ്പോലെയൊക്കെയാണ് ജീവിക്കുന്നത്. ചിലരൊക്കെ മൊബൈൽ ഭ്രാന്തിൽ അഡിക്റ്റാണ്. മൊബൈൽ അങ്ങനെ അവർ ഏകാന്തതയിലും കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടാനില്ല, ഒരു മുറിക്കകത്തൊക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ ഇനി 2025 ജനുവരി കഴിയണം. പിന്നെ പൂജ ചെയ്യുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായ ശക്തി കൊണ്ട് അവർക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അല്ലാത്തവർ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നാളത്തെ ദിവസം ഈ ചന്ദ്രൻ്റെ സ്ഥിതി, 7-ാം ഭാവത്തിലെ ചന്ദ്രൻ്റെ സ്ഥിതി, ഇവരുടെ കേന്ദ്രഭാവത്തിലാണ് ഈ ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷെങ്കിൽ ചന്ദ്രൻ നാളത്തെ ദിവസം പൂർണ്ണ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു ദോഷവും അവരെ നാളെ അടുക്കത്തില്ല, ഒരു ദോഷവും അവരെ ബാധിക്കത്തില്ല. പക്ഷെങ്കിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലാത്തതുകൊണ്ട് നാളത്തെ ദിവസം ഏറെക്കുറെ തിക്താനുഭവങ്ങളിൽ കൂടി തന്നെയായിരിക്കും നാളത്തെ ദിവസം തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലാനുഷം കേട്ട നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ, 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം, ദുഃഖം, കടബാധ്യതകളാൽ നശിച്ചു പോകാനുള്ളൊരു ഭാവമാണ് 6-ാം ഭാവം. രോഗത്താൽ മരണപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു ഭാവമാണ് 6-ാം ഭാവം. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്നും ദുഃഖം നിലനിൽക്കുന്നൊരു ഭാവമാണ് 6-ാം ഭാവം. അപ്പോൾ ഈ 6-ാം ഭാവത്തിൽ നാളത്തെ ദിവസം മനസ്സിനെയും ശരീരത്തിനെയും സ്വാധീനിക്കുന്ന ഗ്രഹമായ ചന്ദ്രൻ ഒരു നിലാവ് പോലെ പാൽ പുഞ്ചിരി പൊഴിക്കേണ്ടിയ ഒരു ഗ്രഹം, ചന്ദ്രൻ എന്ന് പറയുന്ന ആ ഗ്രഹം ഇവരുടെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും കറുത്ത പക്ഷത്തിലാണ് നിൽക്കുന്നത്. ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, കൂരിരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ചന്ദ്രൻ. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നിലാവ് തെളിയുമോ? ഇല്ല. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും ഏറെക്കുറെ വന്നു ചേരുക. എങ്കിലും ഇവർക്ക് ആശ്വസിക്കാൻ ഒരു വകയുണ്ട്. അവിടെ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, 6-ാം ഭാവാധിപനും നിൽക്കുന്നു. പക്ഷേ 6-ാം ഭാവാധിപനും കൂടിയാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലും പ്രയാസത്തിൽ കൂടി ഞെരുങ്ങുന്നവരാണ്, അല്ലെ രോഗത്താൽ ഭാരപ്പെടുന്നവരാണ്, ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തവരാണ്, ധനം വന്നു ചേരാത്തവരാണ്, പ്രതിസന്ധികളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതാനുഭവം തന്നെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കാര്യവിജയഭാവം, പുത്രഭാവം. നാളത്തെ ദിവസം അവർക്ക് മക്കളെ കൊണ്ടൊക്കെ നല്ല സൗഭാഗ്യകരമായ അനുഭവങ്ങളാണ് വന്നു ചേരേണ്ടത്, പ്രത്യേകിച്ച് പെൺപിള്ളാരെയൊക്കെ കൊണ്ട്. അപ്പോൾ നാളെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്, നല്ല നേട്ടം വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് അത്രമേൽ നേട്ടം വന്നു ചേരത്തില്ല. കാരണം നാളത്തെ ദിവസം ഇവർക്ക് ചന്ദ്രൻ ബലവാനല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ പരാജയങ്ങൾ, പൂർണ്ണ ബലവാനായിരുന്നെങ്കിൽ അവരുടെ മക്കളെക്കൊണ്ടും അവർ ഏർപ്പെടുന്ന കാര്യങ്ങളെക്കൊണ്ടും ഇവരുടെ സ്വന്തം ബുദ്ധി കൊണ്ടുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. പക്ഷെങ്കിൽ അതൊന്നും നാളത്തെ ദിവസം
വന്നു ചേരണമെന്നില്ല. അപ്രകാരമുള്ള പൂർണ്ണ ഫലമൊന്നും വന്നു ചേരത്തില്ല. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ അനുഭവിച്ച് ഒരു ജീവിത രീതിയിൽ കൂടി അങ്ങ് പോകും. നാളത്തെ ദിവസം 6-ാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നീ സംബന്ധിച്ചുള്ള ഭാവത്തിൻ്റെ അധിപനുമായിട്ട് വ്യാഴവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. പക്ഷേങ്കിൽ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ധനക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടമൊന്നും ഉള്ള സമയവുമല്ല. അപ്പോൾ ഏകദേശം ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 4-ാം ഭാവത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു? 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. 5-ാം ഭാവത്തിൽ ആരോടൊപ്പം നിൽക്കുന്നു? മകരക്കൂറുകാരുടെ 12-ാം ഭാവാധിപനുമായിട്ട് അല്ലെങ്കിൽ 3-ാം ഭാവാധിപനുമായിട്ട് ചേർന്നുകൊണ്ട് 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് പൂർണ്ണ ബലവാനായിട്ടുള്ള ചന്ദ്രനാണെങ്കിൽ മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ ഇവർക്ക് വാരിക്കോരി കൊടുക്കും. വീട്, വസ്തു, വാഹനം, ഭൂമി, സ്വത്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കും. മാതാവ് മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ചന്ദ്രന് ബലമില്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം, ഇവരുടെ ത്രികോണ ഭാവത്തിലാണ് പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. അത് ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിലായതുകൊണ്ട് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ മകരക്കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം കുറച്ച് കാശൊക്കെ കൈവരാൻ സാധ്യതയുള്ള ദിവസമാണ്. കാര്യവിജയം ഏറെക്കുറെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ്. കാര്യവിജയമൊക്കെ ഏറെക്കുറെ ലഭിക്കും. പണം കയ്യിൽ വന്നാൽ സന്തോഷമുണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസം സന്തോഷത്തിന് വകയുള്ള ദിവസമാണ്. പക്ഷെങ്കിൽ എല്ലാവർക്കും ഇത് വന്നു ചേരണമെന്നില്ല. മകരക്കൂറുകാരുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഈ 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. തടസ്സങ്ങൾ ഉണ്ടാക്കും. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അങ്ങനെയുള്ള ഒരു അനുഭവമുണ്ട്. ശനി മേടൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യും. ശനിയുടെ ശത്രുക്ഷേത്രമാണ്. ശനി കുജനെ ശത്രുവായിട്ട് കാണുന്നു. കുജൻ്റെ ക്ഷേത്രമാണ് മേടൻ രാശി. അപ്പോൾ ശത്രുക്ഷേത്രത്തിലേക്ക് ഈ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന, ധനഭാവത്തിൽ നിൽക്കുന്ന, കുടുംബഭാവത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ശത്രുവായിട്ട് മാറും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾക്ക് ശത്രുതയുണ്ടാകും. ശനിയുടെ ദൃഷ്ടി അവിടെ ചെല്ലും. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ കാൽഭാഗം ദൃഷ്ടി വെച്ചുള്ള ബാക്കി 75%, അതായത് 3/4 ദൃഷ്ടി കൊണ്ട് നാളത്തെ ദിവസം മകരക്കുറുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം. കുംഭക്കുറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം, പൂട്ടാതി, 3/4 നാളുകാരെ സംബന്ധിച്ച് നാളെ 3-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് എന്തെല്ലാം നൽകുമെന്നുള്ളത് ആദ്യം ചിന്തിക്കാം. കീർത്തി കൊടുക്കും, സഹോദര സുഖം, സഹോദര ഗുണം കൊടുക്കും, അതുപോലെ തന്നെ ധനപരമായ നേട്ടം കൊടുക്കും, വിദ്യ കൊണ്ടുള്ള നേട്ടം കൊടുക്കും. അങ്ങനെയൊക്കെ നേട്ടങ്ങൾ കൊടുക്കുന്ന ഒരു ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷെ കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനി ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ശനിയുടെ കാൽ ദൃഷ്ടി ചന്ദ്രന് മേൽ പതിക്കുന്നു. കാൽ ദൃഷ്ടി ചന്ദ്രന് മേൽ പതിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നേട്ടങ്ങളിൽ 25% ശത്രുത കൊണ്ട് ഇല്ലാതാകും. ബാക്കി 75% ഇവർക്ക് കിട്ടും. അപ്പോൾ നാളത്തെ ദിവസം ഇവരുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ, കുടുംബം, വിദ്യ, തൊഴിൽ എല്ലാ മേഖലകളിലും 25% മാനസികവും ശാരീരികവുമായ സ്ഥിതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും 25% പരാജയം വന്നു ചേരും. ബാക്കി 75% വിജയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മാതാവിൻ്റെ സ്ഥിതിയായാലും എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഇപ്രകാരമുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതികൾ, തുട്ടാതി, രേവതി നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ 2-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ എന്തെല്ലാം കൊടുക്കും? ധനം കൊടുക്കും, ബുദ്ധി കൊടുക്കും, ത്യാഗമനോഭാവത്തോടു കൂടി ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള മനസ്സ് കൊടുക്കും, നല്ല സംസാര ശൈലി, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ നാളത്തെ ദിവസം എന്താണ് പറ്റുക? 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ശത്രുവായിട്ട് കാണുന്ന ചന്ദ്രന് മേൽ തൻ്റെ ദൃഷ്ടിയെ പതിപ്പിച്ച് ഒരു കാൽഭാഗം ശത്രുത കൊടുത്ത് വന്നു ചേരുന്ന നേട്ടങ്ങളെ അതിൻ്റെ ഒരു 25% ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നൊരു ദിവസമായിരിക്കും. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം വന്നു ചേരേണ്ട നേട്ടങ്ങൾ, ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യ കൊണ്ടും ഒക്കെ വന്നു ചേരേണ്ട നേട്ടങ്ങളിൽ ശത്രുത മൂലം 25% കാൽ ദൃഷ്ടി, ആ കാൽ ദൃഷ്ടി കൊണ്ടുള്ള ദോഷങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ്. അത് അവരുടെ ജീവിതത്തെ എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിൽ ബാധിക്കും. എന്നാൽ വലിയ കാര്യമായിട്ട് ബാധിക്കുകയോ അതുമില്ല. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലായാലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലായാലും കുടുംബത്തിലായാലും ധനസ്ഥിതിയായാലും എല്ലാം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു മനുഷ്യനെ അടിമുടി സ്വാധീനിക്കുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ
മേൽ ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള പരാജയം സംഭവിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികൾ തുറ്റാതി രേവതി എന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് മീനക്കൂറുകാർക്ക് ഏഴര ശനിയുടെ ഭാഗമായിട്ടിപ്പോൾ ശനി നിൽക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി ആയിരിക്കും മീനക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു വരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയും എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എനിക്ക് പ്രിയമുള്ളവരാണ്. അവരുടെ മേൽ മഹാദേവൻ്റെ അനുഗ്രഹം സമൃദ്ധിയായിട്ട് ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയാലും നാളത്തെ ദിവസം പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ തേടി വന്നാൽ പോലും നിങ്ങളെ മഹാദേവൻ നടത്തും. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാതെ നടത്തും. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.